കൂട്ടരെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC ബൈ ട്രാൻസ്ഫറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 504/2023. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 3ാമത്തെ ഭാഗമാണ്. 1ഉം 2ഉം ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പഠിക്കുക. 11ാമത്തെ ചോദ്യം നോക്കൂ. വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? വസ്ത്രനിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ് അല്ലേ? എന്നാൽ ചണത്തിന് ഇങ്ങനെ ഒരു വിശേഷണമുണ്ട്. എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ പറയൂ. ചോദ്യം 12. ചന്ദ്രഗുപ്ത റിഡ്ജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ചന്ദ്രഗുപ്ത റിഡ്ജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചന്ദ്രഗുപ്ത റിഡ്ജ്. കൽപ്പതരു റിഡ്ജ്, ചന്ദ്രഗുപ്ത റിഡ്ജ്, അശോക സീമൗണ്ട്, ഇത് മൂന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന അണ്ടർ വാട്ടർ ഭൗമശാസ്ത്ര ഘടനയാണ്. ചന്ദ്രഗുപ്ത റിഡ്ജ് നമ്മൾ 2020 കണ്ടെത്തിയതാണ്. കൽപ്പതരു റിഡ്ജും അശോക സീമൗണ്ടും നമ്മൾ 2012 കണ്ടെത്തിയിരുന്നു. മൂന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. 13. ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് ഏത്? വിപണി മിച്ചത്തിലെ വർധനവ്, കരുതൽ ശേഖരം, ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത. വായിക്കുമ്പോഴേ കിട്ടുന്നൊരു ചോദ്യമാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് ഉണ്ടായിട്ടില്ല. ഹരിത വിപ്ലവത്തിന് ശേഷം ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു അല്ലേ? 14. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക. വിദേശ നാണ്യം, കരുതൽ ശേഖരത്തിലെ കുറവ്, അവശ്യവസ്തുക്കളുടെ വിലവർധന, കാർഷികോൽപാദനത്തിലെ സ്തംഭനാവസ്ഥ, ഉയർന്ന ഫിസ്ക്കൽ കമ്മി. നയിക്കാതിരുന്ന ഘടകം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി, കാർഷിക ഉൽപാദനത്തിലെ സ്തംഭനാവസ്ഥ. കേന്ദ്ര സർക്കാർ 2023-24 ബജറ്റിൽ ഉൾപ്പെടുത്തിയ തീരപ്രദേശങ്ങളിലെ കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേര്? കണ്ടൽക്കാട് സംരക്ഷണ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ, മിസ്തി. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാണാത്ത കുറച്ച് ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ വരെ തീർത്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഉടനെ അടുത്ത ഭാഗമായിട്ട് വരാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.